നമസ്കാരം. MC നമ്മുടെ കുഞ്ഞിക്ക വരുന്നുണ്ടേ. അദ്ദേഹത്തിൻ്റെ ആ വീടുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുള്ളതല്ലേ. അതിന്ന് താക്കോല് കൊടുക്കണം. 50 എണ്ണത്തിൻ്റെ ഇന്ന് തന്നെ കൊടുക്കണം കേട്ടോ. ശരി. അവരെ ഏൽപ്പിച്ചിരുന്ന 50 വീടിന്റെ ശരിയായിട്ടില്ലേ? സാറ് വിളിക്കണം, അതിനാണ് വിളിക്കണം. എന്തു പറയണോ, അദ്ദേഹത്തിന്റെ വീടുകളുടെ ഒക്കെ പണികള് നമ്മൾ ഇന്ന് തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് താക്കോല് കൊടുക്കാൻ സാധിക്കൂ? എല്ലാം ശരിയായിട്ടുണ്ട്. ഒരു വീടിന്റെ ചെറിയ ചെറിയ വർക്കുകളുണ്ട്, ബാക്കി എല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. താക്കോലൊന്ന് കൊടുക്കാം. ഏത് വില്ലയായിരുന്നു? നമ്പർ 10 ആണോ 12 ആണോ? തീരാണ്ട് 12. പക്ഷെ അത് അധികം പണിയില്ല, ആളെ വിട്ടു. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ എല്ലാം കൊടുക്കണം. അതാണ് നമ്മുടെ പോളിസി. അത് വളരെ ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. മേളുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. സാറില്ലേ അവിടെ? ഉണ്ടല്ലേ? നമസ്കാരം. സുഖല്ലേ? ഞാൻ രാവിലെ പോന്ന അവിടുന്ന്. ഇപ്പൊ നമ്മള് ലാസ്റ്റ് വന്ന വീടിന്റെ വർക്കില്ലേ, അത് ഫിനിഷ് ആയില്ലേ? 2025 നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി 2026 നമുക്ക് 75 വീടുണ്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ പറയാ, നമ്മൾ കുറെ പൈസ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം വീടില്ലാത്തവർക്ക് നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക. എന്നപ്പം ഞാൻ മുതലാളിയായിട്ടല്ല, അല്ല എൻ്റെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്കും ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കുഞ്ഞിക്കാനെ അറിയണതല്ലേ. എല്ലാ നമ്മുടെ വർക്കുകളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ല? അതല്ല ഇങ്ങോട്ട് വരണത്. ഇപ്പൊ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് 8 മണിക്ക് പോകുന്നതാ. അതെ, അതാണൊക്കെ കണ്ടിട്ട് ഒരു സന്തോഷമൊക്കെ അറിയിക്കണ്ടേ? തീർച്ചയായും. തന്ന വീടുകൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല. നമുക്ക് പാവപ്പെട്ടവർക്കെല്ലാം കൊടുക്കും. അതെ, അവർക്ക് നല്ല വൃത്തിയും വെളിപ്പോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു തരണ്ടേ? നമുക്ക് എന്തായാലും വരാൻ നമുക്ക് സന്തോഷമുള്ളൂ. ഇന്ന് നമ്മുടെ എല്ലാ വർക്കുകളും കഴിച്ചിട്ട് ഇന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് തീർത്തു തരാം. ഞാനൊന്ന് നമ്മുടെ സ്റ്റാഫിനെ ഒന്ന് വിളിക്കട്ടെ. MC നമ്മുടെ കുഞ്ഞിക്കാന്റെ ആ താക്കോലുകളൊക്കെ ഒന്ന് എടുക്കായിരുന്നു, അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട്. താങ്ക് യു. താക്കോലാണ് അല്ലേ? ഓക്കെ. കുഞ്ഞിക്കയുടെ എല്ലാ വീടിന്റെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വീടിന്റെ ചെറിയൊരു 4 മണിയാകുമ്പോഴേക്കും തീരും. ഒന്ന് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. 4 മണിയാകുമ്പോഴേക്കും അതിന്റെയും കൂടി ഇതാക്കാം. അപ്പൊ എല്ലാ ചാവികളും ഞാൻ ഇപ്പൊ തരുന്നുണ്ട്. അപ്പൊ കുഞ്ഞിക്കയുടെ പ്രവർത്തനം ഈ സമൂഹത്തിന് വലിയൊരു പാഠം തന്നെയാണ്. വളരെ ഐശ്വര്യപൂർണമാവട്ടെ താങ്കളുടെ ജീവിതം. ദൈവം സഹായിക്കട്ടെ കേട്ടോ. താങ്ക് യു. സന്തോഷം. അപ്പൊ ശരി, സന്തോഷം. താങ്ക് യു. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, കാണാം കേട്ടോ. താങ്ക് യു. സാറില്ലേ? ഇപ്പൊ വരും കേട്ടോ, ഇരിക്കും കേട്ടോ. MC സാറ് മുകളിലുണ്ടോ? പിന്നെ ഭയങ്കര വിശ്വാസ ആള്, സത്യസന്ധമായ മനുഷ്യനാണ്. ഒന്നേ ഇറങ്ങേണ്ടി തന്നെ. ഇപ്പൊ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. നല്ല കമ്പനിയാണ് എനിക്ക്. എന്നാ ഞാൻ പോട്ടെന്നാ. ശരി, നമസ്കാരം. എന്താ സാർ? ശരി, നമസ്കാരം. ശരി കേട്ടാ. നമസ്കാരം സാറേ. ആ വീടിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്ന് നോക്കി വെച്ചാൽ വലിയ കാര്യമായിരുന്നു.
ഒരു മിനിറ്റ്. നിങ്ങളുടെ എല്ലാ കാര്യവും ശരിയായിട്ടുണ്ട്. കോർപ്പറേഷനിലേക്ക് നമ്മുടെ ആളെ വിട്ടിട്ടുണ്ട്. ശരി സാർ, ഞാൻ അറിഞ്ഞിട്ടെ. ആയിക്കോട്ടെ. ലത്തീഫ്, ആ എല്ലാം ശരിയായിട്ടുണ്ട്. ആ ഫയൽ ഇപ്പോൾ എടുക്കാട്ടോ. സുൽത്താൻ എവിടെ? ഓ, സുൽത്താൻ ആ 169 ഫയൽ എടുത്തിട്ട് വേഗം വാ. ഓക്കെ സാറേ, തോന്നി എവിടെ ഇനി വെച്ചേക്കണോ? 169 കിട്ടണമെങ്കിൽ ഇനിയിപ്പോ എവിടെ തരേണ്ടത്? 169 അല്ലേ? തന്നെ 169 സാറേ, 169 നമ്പർ ആ തന്നെയല്ലേ? അതെ, അതന്നെ. ആ 13-ാം നമ്പർ ഫ്ലാറ്റിന്റെ ആൾ ഇപ്പൊ വരും. ആ ഇതുകൊണ്ട് ശരിയാക്കും. ശരി സാർ, ആൾ കോർപ്പറേഷൻ കൊടുക്കാൻ. ശരി. ഞാനൊരു വീടിന്റെ കഴിഞ്ഞു. അത് ശരിയാ, ഞാൻ 2 വർഷമായിട്ട് പറയാം. ഒരാളിപ്പോ ഇറങ്ങിപ്പോയി, ഒരു വെളുത്ത ഡ്രസ്സൊക്കെ. അതാണ് സാറേ കുഞ്ഞക്ക, നമ്മുടെ കുഞ്ഞൊക്കെ. ആ അതൊന്നിരുന്നവിടെ. ആ നമ്മൾ കുഞ്ഞക്കനെ കുറിച്ച് അറിയില്ലേ? അവര് ചായ കൊടുത്തു, പുതിയ കൊടുത്തിട്ടുണ്ട്. ആ എല്ലാം ശരിയായിട്ടുണ്ട്. കുഞ്ഞൊക്കെ വന്നിരുന്നു അല്ലേ? അതെ അതെ. കുഞ്ഞക്കാടെ കാര്യം പറയുകയല്ലേ, അയാളൊരു നല്ല മനസ്സിലുള്ള വ്യക്തിയാണ്. ഒരുപാട് പാവങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നല്ല കാര്യം സാറിന് പല വർഷമായിട്ട് സാറിന് അറിയാം. കുഞ്ഞക്ക ഒരുപാട് വലിയ മനുഷ്യനാണ്. ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ആള്. അദ്ദേഹം താമസിക്കുന്ന ചെറിയ വീട്ടിലാണ്. പക്ഷെ അദ്ദേഹം പണിത് കൊടുത്ത വീടുകൾ കാണും. ഈ വീടുകളൊക്കെ നമ്മളാണ്, ടോപ്പ് കൺസ്ട്രക്ഷനാണ് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ സഹൃദയനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് ഞാൻ ചെന്നു. വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. ഒരു ചെറിയ വീട്, പക്ഷെ അദ്ദേഹം പണിത് കൊടുത്തൊക്കെ വലിയ വീടുകൾ. ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞ മറുപടി, മോട്ടറാണെങ്കിൽ വെള്ളം എടുക്കണമില്ലല്ലോ, കെട്ടിലെ വെള്ളമൊക്കെ അടിയായതുകൊണ്ട്. ആ സുന്ദരനെ വിളിച്ചിട്ട് അവനായിട്ട് കാണാനുമില്ല, വെള്ളം ആകെ പോയിട്ടോ. ഓ, ഇനിയിപ്പോൾ ആ സുന്ദരനെ ഒന്ന് വിളിക്കും വേണം, മണ്ണെടുക്കും വേണം. എന്താ ചെയ്യുക, ഒന്നും സമയമില്ല. ചേട്ടാ, ഈ കുഞ്ഞക്കാട് വീട് ഏതാ? കുഞ്ഞക്കാട വീടാ? കുഞ്ഞക്കാട വീടാ ഈ കാണുന്നത്. ഈ കാണുന്നതോ? ആ ശരി. കുഞ്ഞക്ക. ആ, ആരത്? മൂത്താരാ? എന്താ മൂത്താര ഈ വഴിക്കൊക്കെ? ഞാനേ ചെറിയൊരു കിട്ടിയപ്പോളേ പരിപാടിയാണ്ടായിരുന്നു. എന്താ പ്രത്യേകിച്ച് പോകുന്നത്? വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ആ, അതറിയാലോ. പാല് കാച്ചി ഇരിക്കണല്ലോ. ഓ, പറയാൻ വിചാരിച്ചു വന്നതാ. ഓ, അത് പറഞ്ഞില്ലേ, ഞാൻ അവിടെ എത്തില്ല മൂത്താരെ. എന്തിനാ ഈ വൈകാത്തോടത്ത് ഇങ്ങനെ നടന്ന്? നമുക്കേ ഇവിടെ ഇരുന്ന് സംസാരിക്കാം. കേറിയിരിക്ക. അല്ല കുഞ്ഞക്ക, നിങ്ങൾ എല്ലാവർക്കും നല്ല വീട് വെച്ചുകൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ അത്ര ചെറിയ വീട്ടിൽ താമസിക്കുന്നു? എന്ന് പറയണ്ട മൂത്താരെ, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ മൂത്താരെ. എന്തിനാ വലിയ വീട്? നമ്മളെ ഓരോരുത്തരെ സഹായിക്കുക, അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഞാൻ കുറെ വലിയ വീടൊക്കെ വെച്ച് കൊടുത്തത് ആർക്ക് കൊടുക്കാനാണ്? അത് പാവങ്ങളെ സഹായിക്കുക. മനസ്സിലായോ? അതാണ് ഇപ്പം നമ്മുടെ രീതികളൊക്കെ അങ്ങനെ ചെയ്യണുള്ളൂ. കാരണം ഇനിയിപ്പോൾ 2026 മുതൽ ഇനി വേറെ ഒരു 10-75 വീടുകൾ ഇനി നമുക്ക് പാസ്സാക്കാണ്ട്. അതിൻ്റെ ഓട്ടപ്പാച്ചിൽ എന്നിപ്പോൾ ഒരു ഒഴിവാ. നമുക്ക് ഒന്ന് കിടന്ന് ഉറങ്ങല്ലേ വേണ്ടുള്ളൂ. ഇതിൻ്റെ ഒരുപാട് ധാരാളം സ്ഥലമുണ്ട്. ഒരു റൂം പോരെ, നമ്മൾ എന്തിനാ കുറേ ആർഭാടായിട്ട് കാട്ടിക്കൂട്ടുന്നത്? മൂത്താരെ, നമ്മൾ പോകുമ്പോഴേ ഒന്നും കൊണ്ടുപോകില്ല. നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമ്മൾ നാട്ടുകാരെ സഹായിക്കുക, ജനങ്ങളെ സേവിക്കുക. അവരുടെ സന്തോഷമാണ് നമ്മുടെ ഒരു സന്തോഷം. അല്ലാണ്ട് ഇവിടുന്ന് എന്തുണ്ടാക്കാനും കുറേ തല പൊളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മൂത്താരെ? അപ്പോൾ കഴിവിട്ട് ആരോഗ്യം ഉണ്ടോ, ജനങ്ങളെ സേവിക്കുക. അതാ വേണ്ടത്. അതാണ് എൻ്റെ പോളിസി മൂത്താരെ. അതിൻ്റെ വാപ്പ പഠിപ്പിച്ചെന്നതാ. അത് പോട്ടെ. അല്ല, എന്നൊക്കെ ആ കുട്ടീച്ചള് അടുത്ത തിങ്കളാഴ്ചയുടെ മുഹൂർത്തം. അതെ, ആയിക്കോട്ടെ. ഞാൻ അവിടെ എത്തും, നേരത്തെ എത്തൂട്ടാ. നേരത്തെ എത്തും, അന്ന് കുഴപ്പമില്ല കേട്ടാ.
സന്തോഷമായി വന്നതിൽ. നിങ്ങൾ കാരണം എനിക്കൊരു വീടായാലോ, സന്തോഷമായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടാ. സാരല്ല പതുക്കെ ഇറങ്ങിക്കോളാം കേട്ടാ. തിങ്കളാഴ്ച അല്ലേ കുറ്റി സാധനങ്ങള്? ഞാൻ നേരത്തെ വരണ്ട കേട്ടാ. പതുക്കെ പോയിക്കോളാം കേട്ടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വരണ്ടെന്നൊക്കെ. എന്നാ പോയിക്കോളാം കേട്ടാ. കുഞ്ഞക്ക കല്യാണ പാർട്ടിയിലൊക്കെ കഴിഞ്ഞ കൂട്ടറെ? ഇനി 8 ദിവസമല്ലേ ഉള്ളൂ കുഞ്ഞക്ക കല്യാണത്തിന്. ഞാൻ എന്ത് ധൈര്യത്തിലാ കുഞ്ഞക്ക കല്യാണം പറയാ? ഒന്നും കയ്യിലില്ല. എന്താ രജനിയെ എന്താ എന്റെ പ്രശ്നം? 1 ഗ്രാം സ്വർണം പോലും എന്റെ മകൾക്കില്ല. ഞാൻ ആൾക്കാരുടെ ഇടയിൽ നാണം കെടൂ കുഞ്ഞക്ക. നിങ്ങളൊക്കെ എന്റെ പെങ്ങളല്ലേ? അവരോട് കല്യാണക്കാരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും കൊടുക്കാന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർക്ക് എന്നാലും എന്തേലും ഒന്ന് കൊടുക്കണ്ടേ? ആൾക്കാരൊക്കെ കാണില്ല. ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഇജ്ജ് ധൈര്യമായിട്ട് കല്യാണം പറയേ കേട്ടോ. കല്യാണം പറഞ്ഞോ രജനിയെ? ഇജ്ജ് ധൈര്യമായിട്ട് കല്യാണം പറയേ. ഇജ്ജ് എന്തിനാ പേടിക്കണേ? അവൾ കല്യാണ പന്തലിൽ ഇറങ്ങുമ്പോഴേ അവൾക്ക് കെട്ടാനുള്ള സ്വർണ്ണം അവിടെ ഉണ്ടാവും കേട്ടോ. ധൈര്യമായിട്ട് കല്യാണം പറഞ്ഞോ. കുഞ്ഞക്കല്ലേ പറയണത്. എന്നാ ധൈര്യമായിട്ട് പോയിക്കോട്ടെ രജനിയെ. ഞാൻ പോവാ കുഞ്ഞക്ക. ആയിക്കോട്ടെ. എന്തിനാ സങ്കടപ്പെടുന്ന മോളെ? അറിയല്ല, വിഷമം കൊണ്ടല്ല, ഓ സാരില്ല. സന്തോഷം കൊണ്ടാണ്. ആയിക്കോട്ടെ കേട്ടാ. സങ്കടപ്പെടൊന്നും വേണ്ട കേട്ടാ. കുഞ്ഞൊക്കെ അവിടെ ഉള്ളിടത്തോളം കാലേ യാതൊരു പേടി പേടിക്കണ്ട കേട്ടാ. ഹലോ. ആ ഹലോ, ആരാണ്? പട്ടാമ്പി എവിടുന്നാ? എന്താ ആവശ്യം? പെങ്ങൾക്ക് നമ്പർ എവിടുന്ന കിട്ടി? അതെ കുഞ്ഞക്ക തന്നെയാണ്. എന്താ എന്നെ കൊണ്ടുള്ള ആവശ്യം? എനിക്കൊരു ചെറിയ സഹായം വേണം. നിങ്ങളെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, നിങ്ങളെ പറ്റിട്ട് കുറെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ 25 വർഷമായിട്ട് താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ശരി. പെങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടോ വീട് വെക്കാന്? സ്ഥലമില്ലേ? നിങ്ങൾക്കിപ്പോ വേറെ എവിടെയെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? പട്ടാമ്പി അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും? അത് ശരി. അവിടുത്തെ മെമ്പർ ആരാ? ഞങ്ങളൊക്കെ കാര്യം ചെയ്യേ. ആ മെമ്പറുടെ നമ്പറില്ലേ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വാട്സപ്പ് അയച്ചാൽ കേട്ടാ. ബാക്കി ഞാനേ പിന്നെ ഞാൻ തിരിച്ച് വിളിക്കണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടും പേരും സ്ഥലവും ഈ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്താൽ കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ വിഷമിക്കണ്ടാന്ന്. പിന്നെ നിങ്ങൾക്കൊരു 3 സെൻറ്റ് സ്ഥലവും വീടും ഞാൻ ഏറ്റു. ഞാൻ മെമ്പറായിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ കേട്ടോ. ഞാൻ തിരിച്ചു വിളിക്കണ്ട്. ആയിക്കോട്ടെ അവിടെ പെടണ്ട കേട്ടാ. ഓക്കെ. നമ്മളൊക്കെ മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ. പോകുമ്പോൾ തിരിച്ച് യാതൊന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അതാണ് അദ്ദേഹത്തിന്റെ പോളിസി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഫയല് കോർപ്പറേഷനിൽ കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമ്മളിവിടെ ചെയ്തു.